എടാ LD ടൈപ്പിസ്റ്റിന്റെ പരീക്ഷാ തീയതി എന്നാ? ഇതൊരു വലിയ ചോദ്യമാണ്. നമുക്കിപ്പോൾ പ്രധാനമായിട്ട് അതിൻ്റെ ഒരു കൃത്യമായ സൂചകം തന്നുകൊണ്ട് തന്നെ നമ്മുടെ ആന്റിസിപ്പേറ്ററി കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ന് തൊട്ട് പഠനം കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ റിവിഷൻ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയം ചെയ്യണം, അതുപോലെ കൃത്യമായിട്ട് നമ്മുടെ സൈക്കോളജിക്കലി നമ്മൾ എന്ന് പരീക്ഷ പ്രതീക്ഷിക്കണം. എടാ ആന്റിസിപ്പേറ്ററി കലണ്ടർ പോലെ LD ടൈപ്പിസ്റ്റ് പരീക്ഷ, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് പരീക്ഷ, ഇതെല്ലാം അതായത് ടൈപ്പിസ്റ്റുമായി ബന്ധപ്പെടുത്തിയ എല്ലാ പരീക്ഷകളും ഒക്ടോബർ നവംബർ ആ ഒരു കാലയളവിലാണ് കൊടുത്തത്. അപ്പോൾ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നവംബർ 30 വേണ്ടി ഒരു കാരണവശാലും ഇരിക്കരുത്. ഏത് ഡേറ്റിന് വേണ്ടി ഇരിക്കണം? എടാ ഇത് ശ്രദ്ധിച്ചോ മക്കളെ, ഒക്ടോബർ 1 വേണ്ടി ഇരിക്കണം. ഒക്ടോബർ 1 നമ്മുടെ LD ടൈപ്പിസ്റ്റ് പരീക്ഷ ഡേറ്റ്, കേട്ടോ? മനസ്സിലായോ? എന്താണ് ഇത്? സൈക്കോളജിക്കലി നമ്മൾ ഫിക്സ് ചെയ്യണം. ഒക്ടോബർ 1 നമ്മുടെ പരീക്ഷാ തീയതി എന്ന് കൃത്യമായി ഫിക്സ് ചെയ്യുക. അതിനുശേഷം 15 ദിവസം കിട്ടി, അല്ലെങ്കിൽ നവംബർ 1 ആയി, നമുക്ക് എന്താ ഗുണം? നമുക്ക് അഡ്വാൻറ്റേജ് 1 മാസം കൂടെ കിട്ടിയല്ലേ? അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ആ സമയത്ത്. സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ ഗെയിൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒക്ടോബർ 1 പരീക്ഷ എന്ന് മനസ്സിലാക്കണം. ഒക്ടോബർ 1 പരീക്ഷ എന്ന് മനസ്സിലാക്കിയാലും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ അല്ലേ? പിന്നെയും കിടക്കുന്ന 8 മാസം. എടാ 8 മാസം നമ്മൾ എന്ത് ചെയ്യണം? 8 മാസം നമ്മൾ എന്ത് ചെയ്യണം? 8 മാസത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 5 മാസം കൊണ്ട് പരിപാടി തീർക്കണം. പഠനം 5 മാസം കൊണ്ട് തീർക്കണം. അതിനോടൊപ്പം നമ്മുടെ റിവിഷൻ എത്ര? 3 മാസം കൊണ്ട് റിവിഷൻ തീർക്കണം. എന്നാലും സഹകാരിയുടെ റിവിഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കണം. അതായത് നമുക്ക് കോഴ്സ് നടക്കുന്നതിന്റെ കൂട്ടത്തിൽ റിവിഷൻ കൂടെ തന്ന് അതിന്റെ കൂടെ എക്സാം നടത്തി പോകുന്ന പരിപാടിയാണ് വരുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു കാലയളവാകുമ്പോൾ 3 to 4 ടൈംസ് റൗണ്ട് ടേബിൾ ആയിട്ട് റിവിഷൻ തീർക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മാത്രമേ വർക്കൗട്ട് ആവത്തുള്ളൂ. അതായത് നിങ്ങൾ വന്നിട്ട് നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. ഞാൻ പിന്നെയും പറയാണ്, നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം പഠിക്കാൻ വേണ്ടി സ്ഥാപനം അല്ല സഹകാരി എക്സ്പ്രസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പറയുന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 4 or 5 തവണ റിവിഷൻ ചെയ്ത് തീർത്തിട്ട് നമുക്ക് സ്റ്റേറ്റ് ടോപ്പർ ആകുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റും. ആ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ കൃത്യമായി തയ്യാറാവുക. അപ്പോൾ നമ്മുടെ പരീക്ഷ തീയതി എന്താണ് മക്കളെ? ഒക്ടോബർ 1 എക്സാം ഡേറ്റ് ഒക്ടോബർ 1. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് ഒരു ടീമായിട്ട് നിൽക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ നൽകുകയാണ്. അതുപോലെ നിങ്ങൾ ആദ്യ റാങ്ക് നേടി നിൽക്കുന്ന സമയത്ത് സഹകാരിയുടെ ടീമും ഞാനും നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അതുപോലെ നിങ്ങളുടെ സ്റ്റോറി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സമയത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഉണ്ടാകേണ്ടുന്ന സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടുന്ന സ്റ്റോറി ഇപ്പോഴാണ് നിങ്ങൾ എഴുതേണ്ടത് അല്ലെ? ഇപ്പോഴും നിങ്ങൾ ഇടുന്ന എഫേർട്ടുകളാണ്. ആ എഫേർട്ട് നിങ്ങൾ ഇപ്പോഴേ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആലോചിക്കുക, ഇതൊരു ദിവസം ഞാൻ പറയും അല്ലെ, ഒരു ദിവസം ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ പറയുമെന്ന് ചിന്തിക്കുക. അങ്ങനെ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ ഓരോ വഴികളും നിശ്ചയിച്ച് അതിന്റെ കൂട്ടത്തിൽ കട്ടയ്ക്ക് പവറായിട്ട് വരിക. ഒരു ദിവസം 1000 ആൾക്കാരെ ഉത്തേജിപ്പിക്കുന്ന ഒരു സ്റ്റോറി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ആ രീതിയിൽ വരിക. അപ്പോൾ നമുക്ക് അന്ന് കാണാം. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ തരികയാണ്. താങ്ക് യു.